നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. SSLCക്ക് റെക്കോർഡ് വിജയം. വിജയശതമാനം 95.47. 934 സ്കൂളുകൾക്ക് 100 മേനി. 14,802 കുട്ടികൾക്ക് മുഴുവൻ വിഷയത്തിലും A+. മഞ്ചേശ്വരത്ത് ഒമിനി വാനിൽ നിന്നും 2 ലക്ഷത്തോളം രൂപയുടെ പാൻ മസാല പിടികൂടി. ഒരാൾ അറസ്റ്റിൽ. സ്വപ്നത്തിലേക്ക് പന്തെറിഞ്ഞ് അർഷാദ്. ബാറ്റുമായി മുന്നിലെത്തിയത് വിരാട് കോഹ്ലിയും ക്രിസ് ഗെയിലും. കരവിരുതിന്റെ വിസ്മയം തീർത്ത് ക്രാഫ്റ്റ് ബസാർ. നിറഞ്ഞു നിൽക്കുന്നത് ആറന്മുള കണ്ണാടി മുതൽ കാശ്മീർ സാരി വരെ. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ചരിത്രത്തിലെ ഏറ്റവും കൂടിയ വിജയശതമാനമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. 95.47% വിജയം. വിജയശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 1.34% വർധനവ് ഇത്തവണ ഉണ്ടായി. ഈ വർഷം SSLC പരീക്ഷയിൽ 51,702 വിദ്യാർത്ഥികൾക്കും THSLC വിഭാഗത്തിൽ 356 കുട്ടികൾക്കും SSLC ഹിയറിംഗ് ഇംപയർഡ് വിഭാഗത്തിൽ 302 പേർക്കും ഗ്രേസ് മാർക്ക് നൽകി. SSLCക്ക് റെക്കോർഡ് വിജയമാണ് ഇത്തവണ ഉണ്ടായത്. കഴിഞ്ഞ വർഷം 94.17% ആയിരുന്ന വിജയം ഇത്തവണ 1.34% വർദ്ധിച്ച് 95.47% ഉയർന്നു. സംസ്ഥാനത്ത് മൊത്തം 4,64,310 കുട്ടികളാണ് പരീക്ഷയ്ക്കായി അപേക്ഷിച്ചത്. 4,64,086 പേരാണ് പരീക്ഷയ്ക്ക് ഇരുന്നത്. ഇതിൽ 4,42,678 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 2,15,655 ആൺകുട്ടികളും 2,27,023 പെൺകുട്ടികളുമാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. 14,802 കുട്ടികൾ മുഴുവൻ വിഷയത്തിലും A+ നേടി. മലപ്പുറം ജില്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ A+ ലഭിച്ചത്, 2,056 പേർക്ക്. കണ്ണൂർ റവന്യൂ ജില്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ വിജയശതമാനം, 98.27%. പാലക്കാട് റവന്യൂ ജില്ലയിലാണ് ഏറ്റവും കുറവ് പേർ വിജയിച്ചത്. ഈ വർഷം 934 സ്കൂളുകൾ 100 മേനി കൊയ്തു. കഴിഞ്ഞ വർഷം ഇത് 861 സ്കൂളുകളായിരുന്നു. 281 സർക്കാർ സ്കൂളുകളും 367 എയ്ഡഡ് സ്കൂളുകളും 286 അൺഎയ്ഡഡ് സ്കൂളുകളുമാണ് 100% വിജയം കൈവരിച്ചത്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയത്, 77,232 പേർ. ഏറ്റവും കുറവ് വയനാട് ജില്ലയിലാണ്, 12,144 പേർ. മോഡറേഷൻ ഇല്ലാതെയാണ് ഇത്തവണ പരീക്ഷാഫലം പ്രഖ്യാപിച്ചത്. എന്നാൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയിട്ടുണ്ട്. ഇത് SSLC സർട്ടിഫിക്കറ്റിലും പ്രത്യേകം രേഖപ്പെടുത്തും. മെയ് 15-ന് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. പരീക്ഷയിൽ തോറ്റ വിദ്യാർത്ഥികൾക്കായി മെയ് 12 മുതൽ 17 വരെ പരീക്ഷ നടത്തും. മെയ് അവസാനം ഇതിന്റെ ഫലം പ്രസിദ്ധീകരിക്കും. ഉത്തരക്കടലാസ് പുനർമൂല്യനിർണ്ണയത്തിനോ കോപ്പി ലഭിക്കുന്നതിനോ ഏപ്രിൽ 24 മുതൽ 28 വരെ അപേക്ഷിക്കാം. മാർച്ച് 10 മുതൽ 22 വരെയാണ് ഈ വർഷത്തെ SSLC പരീക്ഷ നടന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 24-നാണ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചത്. ഇത്തവണ റെക്കോർഡ് വേഗത്തിലാണ് മൂല്യനിർണ്ണയം നടത്തിയത്. വിജയിച്ച എല്ലാ കുട്ടികൾക്കും ഉപരിപഠനത്തിന് സൗകര്യമൊരുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCN. മഞ്ചേശ്വരത്ത് ഒമിനി വാനിൽ കടത്തുകയായിരുന്ന 2 ലക്ഷം രൂപയുടെ പാൻ മസാല എക്സൈസ് സംഘം പിടികൂടി. സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. കോസങ്കടി ചെക്ക് പോസ്റ്റിൽ നടന്ന പരിശോധനയിലാണ് പാൻ മസാല പിടികൂടിയത്. സംഭവത്തിൽ ബദിയടുക്ക പെർഡാലയിലെ അബ്ദുല്ല കുഞ്ഞിയെ അറസ്റ്റ് ചെയ്തു. മംഗലാപുരത്ത് നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് വന്ന ഒമിനി വാനിൽ നിന്നാണ് പാൻ മസാല പിടിച്ചെടുത്തത്. വാനിൽ ഉണക്ക മത്സ്യത്തിനിടയിൽ ചാക്കുകളിലായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു പാൻ മസാലകൾ. 2 ലക്ഷം രൂപ വിലമതിക്കുന്ന 24,800 പാക്കറ്റ് പാൻ മസാലകളാണ് ചാക്കുകളിൽ ഉണ്ടായിരുന്നത്. എക്സൈസ് ഇൻസ്പെക്ടർ PJ മത്തായി പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ബദിയടുക്കയിലെ കടകളിൽ വിൽപ്പന നടത്തുവാനാണ് പാൻ മസാല കടത്തുവാൻ ശ്രമിച്ചതെന്ന് പ്രതി സമ്മതിച്ചതായി എക്സൈസ് സംഘം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മക്കൾക്കൊപ്പം ബീച്ചിൽ കുളിക്കുന്നതിനിടയിൽ കടലിൽ മുങ്ങി മരിച്ച ജയന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. കഴിഞ്ഞ ദിവസമാണ് ബെൽ ജീവനക്കാരനും കണ്ണൂർ നല്ലാരിക്കൽ സ്വദേശിയുമായ ജയൻ മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെയായിരുന്നു നാടിനെ കണ്ണീരിലാഴ്ത്തിയ അപകടം നടന്നത്.
വിഷു ആഘോഷിക്കാൻ കുടുംബസമേതം ചൌക്കി CP സിറയ്ക്ക് സമീപത്തെ ബീച്ചിൽ എത്തിയതായിരുന്നു ജയൻ. പിന്നീട് മക്കൾക്കൊപ്പം കടലിൽ കുളിക്കുവാൻ ഇറങ്ങി. ഇതിനിടെ ശക്തമായ തിരമാലയിൽപ്പെട്ട് ജയൻ മുങ്ങുകയായിരുന്നു. സ്ഥലത്തുണ്ടായിരുന്നവരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ കടലിൽ ചാടി ജയനെ കരക്കെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ 4 വർഷമായി ജയൻ ബദ്രഡിക്കയിലെ ബെല്ലിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ചൌക്കിയിലെ വാടക വീട്ടിലായിരുന്നു താമസം. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബുധനാഴ്ച ഉച്ചയോടെ സ്വദേശമായ കണ്ണൂരിലേക്ക് കൊണ്ടുപോയി. പരേതനായ കുങ്കന്റെയും ഉപ്പടിയുടെയും മകനാണ് ജയൻ. സന്ധ്യയാണ് ഭാര്യ. അജയ്, അഭിനവ്, അമയ എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട്ടെ മാലിന്യ പ്രശ്നത്തിന് ഇനിയും പരിഹാരമായില്ല. വിഷുവിപണി ഒഴിഞ്ഞതോടുകൂടി നഗരത്തിൽ മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. കാഞ്ഞങ്ങാട് നഗരത്തിലെ മാലിന്യ നീക്കം നിലച്ചതോടെ നഗരം മാലിന്യ കൂമ്പാരത്തിൽ വീർപ്പുമുട്ടുകയാണ്. സന്ധ്യയോടെ മാലിന്യം കത്തിക്കുന്നതിനും ജനങ്ങൾക്ക് ദുരിതമായിട്ടുണ്ട്. മാലിന്യപ്പുക ശ്വസിച്ചുകൊണ്ട് മാത്രമേ ഇവിടെ യാത്രികർക്ക് സഞ്ചരിക്കാനാവുന്നുള്ളൂ. നഗരങ്ങളിലെ മിക്കയിടങ്ങളിലും മാലിന്യം കുന്നുകൂടിയിട്ടുണ്ട്. നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ നടപടി ഉണ്ടാവാത്തതിൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. വിഷുവിപണി ഒഴിഞ്ഞതോടെ മാലിന്യ പ്രശ്നം കൂടുതൽ രൂക്ഷമായി കഴിഞ്ഞു. മാലിന്യം നീക്കം ചെയ്യാൻ നഗരസഭ നടപടി സ്വീകരിക്കണമെന്ന് മർച്ചന്റ്സ് യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുബൈർ പാലക്കി ആവശ്യപ്പെട്ടു. നഗരത്തിൽ ഇന്ന് വ്യാപാരികൾ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കാഞ്ഞങ്ങാട്ടെ ഈ കാണുന്ന മാലിന്യ പ്രശ്നം. ഏത് പാർട്ടിക്കാർ നഗരസഭയിൽ ഭരണം നടത്തിയാലും കാഞ്ഞങ്ങാട്ടെ മാലിന്യ പ്രശ്നത്തിന് ഇന്ന് വരെ കാഞ്ഞങ്ങാട് നഗരത്തിൽ ശാശ്വതമായ പരിഹാരം കാണുവാൻ സാധിച്ചില്ല. അതിൽ നിലവിലുള്ള ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ കുറ്റക്കാരാണ്. പല വിധത്തിലുള്ള മാലിന്യം ഇവിടെ കൂട്ടിയിടുന്നത് മൂലം വ്യാപാരികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെയധികം കച്ചവടത്തിൽ തന്നെ അത് ബാധിക്കുന്നുണ്ട്. വേനൽ മഴ എത്തിയാൽ നഗരത്തിലെ യാത്ര കൂടുതൽ ദുഷ്കരമാകും. മഴക്കാലത്തിനു മുമ്പ് മാലിന്യ പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. സ്വപ്നത്തിലേക്ക് പന്തെറിഞ്ഞ് തളങ്കരയിലെ അർഷദ്. IPL മുന്നോടിയായുള്ള പരിശീലനത്തിലാണ് അർഷദ് വിരാട് കോഹ്ലിയും ക്രിസ് ഗെയിലും അടക്കമുള്ളവർക്കെതിരെ പന്തെറിഞ്ഞത്. IPL മത്സരം ആരംഭിക്കാനിരിക്കെ ടീമുകളുടെ പരിശീലനത്തിന് പന്തെറിയാനാണ് അർഷാദിന് ഭാഗ്യം ലഭിച്ചത്. ദുബായ് സ്പോർട്സ് സിറ്റിയിലെ രാജ്യാന്തര ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സിന്റെ പരിശീലനത്തിന് പന്തെറിയാനാണ് അർഷാദിനെ വിളിച്ചത്. അർഷദ് ഉൾപ്പെടെ 2 മലയാളികൾക്കും ഏതാനും പാകിസ്ഥാൻ സ്വദേശികളുമാണ് 2 ദിവസമായി റോയൽ ചാലഞ്ചേഴ്സിന് വേണ്ടി പന്തെറിഞ്ഞത്. ഗിസൈസിലെ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനായ അർഷദ് അൽ നബൂദ ഗ്രൂപ്പിന്റെ ക്രിക്കറ്റ് ടീമായ 11 ആൻഡ് ടോപ്പിന് വേണ്ടിയും MCC കാസർഗോഡിന് വേണ്ടിയും കളിച്ചിരുന്നു. നേരത്തെ നാട്ടിലായിരുന്നപ്പോൾ കാസർഗോഡ് ജില്ലാ ടീമിന് വേണ്ടിയും സ്കൂൾ പഠനകാലത്ത് സംസ്ഥാന തലത്തിലും കളിച്ചിരുന്നു. 2 വർഷം മുമ്പ് ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന 25-കാരൻ ഇഷ്ട ടീമായ ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സിന് വേണ്ടി പന്തെറിയാൻ അവസരം ലഭിച്ചതിൽ ഏറെ ആഹ്ലാദവാനാണ്. മനസ്സിൽ കൊണ്ടു നടക്കുന്ന താരങ്ങളെ നേരിൽ കാണുന്നതിനോടൊപ്പം അവർക്കൊപ്പം കളിക്കാനുള്ള അവസരം ലഭിച്ചത് ജീവിതത്തിലെ അപൂർവ നിമിഷമായാണ് അർഷദ് കാണുന്നത്. വിരാട് കോഹ്ലിയും ക്രിസ് ഗെയിലും മുന്നിലെത്തിയപ്പോൾ അത് അവിശ്വസനീയമായിരുന്നുവെന്നും അർഷദ് പറഞ്ഞു. കാസർഗോട്ട് കരവിരുതിന്റെ വിസ്മയ കാഴ്ച. കേരള കരകൗശല വികസന കോർപ്പറേഷൻ സംഘടിപ്പിച്ച ക്രാഫ്റ്റ് ബസാറാണ് കരവിരുതിന്റെ കഥ പറയുന്നത്. കേരള സംസ്ഥാന കരകൗശല വികസന കോർപ്പറേഷനും കേന്ദ്ര വസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള ആന്റി ക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ ന്യൂഡൽഹി ഓഫീസും സംയുക്തമായാണ് കാസർഗോഡ് പൊതുബസാറിന് സമീപത്ത് ക്രാഫ്റ്റ് ബസാർ സംഘടിപ്പിക്കുന്നത്. മാർച്ച് 30 മുതൽ ഏപ്രിൽ 20 വരെയുള്ള കാലയളവിൽ ഇന്ത്യയിലെ വിഭിന്ന മേഖലകളിലെ 100-ൽ പരം അംഗീകൃത കരകൗശല കൈത്തറി കലാകാരന്മാരുടെ ഉൽപ്പന്നങ്ങൾ ക്രാഫ്റ്റ് ബസാറിൽ ലഭ്യമാണ്. ഇടത്തട്ടുകാരെ പൂർണ്ണമായി ഒഴിവാക്കി കരകൗശല മേഖലയിലെ അസംഘടിതരായ തൊഴിലാളികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് നേരിട്ട് വിപണനം നടത്താൻ അവസരമൊരുക്കുക എന്നതാണ് ഇതിന്റെ സവിശേഷത. കരകൗശല കൈത്തറി ഉൽപ്പാദകരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരികയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ എത്തിക്കുകയുമാണ് ക്രാഫ്റ്റ് ബസാറിന്റെ ലക്ഷ്യം. കേരളത്തിലെ കൈത്തറി സാരികൾ, സെറ്റുമുണ്ടുകൾ, ധോത്തികൾ, അലങ്കാര വസ്തുക്കൾ, രാമച്ചം, ചിരട്ട, വൈക്കോൽ, മുള, ടെറാക്കോട്ട ഉൽപ്പന്നങ്ങൾ, തമിഴ്നാട്ടിൽ നിന്നുള്ള കൈത്തറി സാരികൾ, എംബ്രോയിഡറി, സോഫ കവറുകൾ, തുകൽ ബാഗുകൾ, പേഴ്സുകൾ, ബെൽറ്റ്, ഹൈദരാബാദ് ജ്വല്ലറി, രാജസ്ഥാൻ ബെഡ്ഷീറ്റ്, ലക്നൌ ചിക്കൻ ചുരിദാറുകൾ, ബംഗാളി കോട്ടൺ സാരികൾ, ഡൽഹിയിലെ ഖാദി കോട്ടൺ ഷർട്ടുകൾ, തിരുപ്പൂർ ഗവൺമെന്റ്സ്, സഹാറപൂരിൽ നിന്നുള്ള ഷീഷാം വുഡ് ഫർണിച്ചറുകൾ തുടങ്ങി ഒട്ടനവധി കൈത്തറി കരകൗശല ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭ്യമാണ്. വ്യത്യസ്തങ്ങളായ മരം ഉൽപ്പന്നങ്ങളും ഇവിടെ വിറ്റഴിച്ചിരുന്നു. എന്നാൽ തുടങ്ങിയതിന്റെ ആദ്യ ദിവസം തന്നെ ഇവ മുഴുവനും വിറ്റുപോയതായും സംഘാടകർ പറഞ്ഞു. വുഡ് ഐറ്റമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഫർണിച്ചറുകളെല്ലാം ആദ്യത്തെ 10 ദിവസം കൊണ്ട് തന്നെ വിറ്റഴിഞ്ഞു. അതിനെ ഒന്നും തന്നെ ബാക്കിയിരിക്കുന്നില്ല. ഇടത്തരക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി നിർമ്മാതാക്കൾ നേരിട്ട് എത്തുകയാണ് ചെയ്യുന്നതെന്ന്
മാനേജർ മോഹൻദാസ് പറഞ്ഞു. കേരള സംസ്ഥാന കരകൗശല വികസന കോർപ്പറേഷനും കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന് കീഴിലുള്ള ഹാൻഡിക്രാഫ്റ്റ് കമ്മീഷനും സംയുക്തമായിട്ടാണ് കാസർഗോഡ് ഈ ക്രാഫ്റ്റ് ബസാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. 22 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മേളയിൽ ഭാരതത്തിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും കരകൗശല കൈത്തറി തൊഴിലാളികൾ അവരുടെ ഉത്പന്നങ്ങളുമായി നേരിട്ട് വിപണനത്തിനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു ഇടത്തട്ടുകാരി ഇല്ലാതെ അവരുടെ ഉത്പന്നങ്ങൾ അവർക്ക് തന്നെ വിറ്റഴിക്കാനുള്ള ഒരു വേദി ഒരുക്കുക എന്നുള്ളതാണ് ഈ ക്രാഫ്റ്റ് ബസാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവിധതരം പച്ചക്കറി വിത്തുകളും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും വശ്യചാരുത പകരുന്നുണ്ട്. ധാന്യത്തിൽ തീർത്ത കൃഷ്ണവിഗ്രഹങ്ങൾ ഏറെ ആകർഷണീയമാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള അഴകപ്പനും ബേബിയുമാണ് ഇത് വിപണിയിലെത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം വാർഷികോത്സവത്തിന് ഭക്തജനത്തിരക്ക് ഏറുന്നു. നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി ഭക്തരാണ് ഉത്സവത്തിനായി ദിനംപ്രതി എത്തിച്ചേരുന്നത്. വിഷുക്കാലത്ത് ഉത്സവം നടക്കുന്ന ജില്ലയിലെ പ്രധാന ക്ഷേത്രത്തിലേക്ക് ദിനംപ്രതി ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത്. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക ധാർമ്മിക പരിപാടികളോടുകൂടിയാണ് മധൂർ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത്. 14-നാണ് ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിച്ചത്. വിഘ്നമകറ്റുന്നതിനായി വിവിധ വഴിപാടുകൾ നേരുവാൻ വിദൂര ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. വിഷുദിനത്തിൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. വ്യാഴാഴ്ച രാത്രിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ വെടിക്കെട്ട്. വെടിക്കെട്ട് നടക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഭക്തർക്ക് ആത്മനിർവൃത്തി നൽകി 18-ന് രാത്രി നടക്കുന്ന ആറാട്ടോടുകൂടി ഉത്സവത്തിന് സമാപനം കുറിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കർഷകർക്ക് സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യുന്ന പദ്ധതി നിലനിർത്തുവാൻ സർക്കാർ തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് സർക്കാർ കൃഷി വകുപ്പിന് നിർദ്ദേശം കൈമാറി. കർഷകർക്ക് സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യുന്ന പദ്ധതി നിർത്തലാക്കുവാൻ 1 മാസം മുൻപേ സർക്കാർ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ തീരുമാനത്തിനെതിരെ കർഷകരുടെ ഇടയിൽ നിന്നും വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നത്. പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലയിലെ കർഷകർ സർക്കാർ തീരുമാനത്തിനെതിരെ വൻ പ്രതിഷേധമാണ് ഉയർത്തിയത്. ജില്ലയിലെ അതിർത്തി പ്രദേശമായ മഞ്ചേശ്വരത്തെയും കുഞ്ചത്തൂരിലെയും കർഷകരും സർക്കാർ തീരുമാനത്തിനെതിരെ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് കർഷകരുടെ ആശങ്കകൾക്ക് വിരാമം നൽകി സർക്കാർ താൽക്കാലികമായി പദ്ധതി നിലനിർത്തുവാൻ തീരുമാനിച്ചത്. പദ്ധതി നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പിന് സർക്കാർ നിർദ്ദേശവും നൽകി. എന്നാൽ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഈ വിഷയം ആയുധമാക്കുവാതിരിക്കാനാണ് സർക്കാർ പദ്ധതി നിലനിർത്തിയതാണെന്ന ആക്ഷേപവും ഉണ്ട്. രേഖാമൂലമുള്ള അറിയിപ്പ് ഇതുവരെ കൃഷി വകുപ്പിന് നൽകാത്തതും ദുരൂഹത ഉണർത്തുന്നു. ദിവസങ്ങൾക്ക് ശേഷം സർക്കാർ ഈ പദ്ധതി നിർത്തലാക്കുമെന്നും ആശങ്കയുണ്ട്. പദ്ധതിയെ നിരവധി അനർഹർ ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ടാണ് പദ്ധതി നിർത്തലാക്കുവാൻ തീരുമാനിച്ചതെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. എന്തായാലും പദ്ധതി നിലനിർത്തുവാൻ തീരുമാനിച്ച സർക്കാർ നടപടിയിൽ കർഷകർ ഏറെ ആഹ്ലാദത്തിലാണ്. ഈ പദ്ധതി ഇനിയും നിർത്തലാക്കുവാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ജില്ലയിലെ വിവിധ കർഷക സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വാർത്തകൾ ചുരുക്കത്തിൽ. ഓട്ടോറിക്ഷയ്ക്ക് പിന്നിൽ ബൈക്കിടിച്ച് സ്റ്റുഡിയോ ഉടമ മരിച്ചു. ചീമേനിയിലെ മാമിയ സ്റ്റുഡിയോ ഉടമയും ചന്ദേര സ്വദേശിയുമായ പ്രസന്നനാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം വിഷു ആഘോഷത്തിനിടയിലായിരുന്നു അപകടം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സുഹൃത്ത് പുഷ്പാങ്കദനെ മംഗലാപുരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
വാർത്തകൾ ചുരുക്കത്തിൽ. നിർത്തിയിട്ട സ്വകാര്യ ബസ് പിറകിലോട്ട് നീങ്ങി കാറിലിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. ഹൊസങ്കടിയിലാണ് സംഭവം. കടബാറിലെ സുബൈദ, മീഞ്ചിയിലെ ശ്യാമള, കുബന്നൂരിലെ ശരത്, ഭാരതി എന്നിവർക്കാണ് പരിക്കേറ്റത്. ബസ് നിർത്തിയ ഡ്രൈവർ ഭക്ഷണം കഴിക്കുവാൻ പോയ സമയത്താണ് ബസ് പിറകിലോട്ട് നീങ്ങിയത്. വിഷുക്കണിയൊരുക്കുവാൻ മച്ചിൽ നിന്നും കലമെടുക്കുന്നതിനിടയിൽ ഏണിയിൽ നിന്നും വീണ് വീട്ടമ്മ മരിച്ചു. നീലേശ്വരം വള്ളിക്കുന്നിലെ ബേബി സുലേഖയാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. മാതൃഭൂമി വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 250-ലേറെ കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. കാഞ്ഞങ്ങാട്ട് ദുർഗ സ്കൂളിലായിരുന്നു പരിപാടി. ഞാനും കുടുംബവും സമൂഹവും എന്ന വിഷയത്തിലാണ് ചിത്രരചനാ മത്സരം നടത്തിയത്. 5 മുതൽ 18 വരെ വയസ്സുള്ള കുട്ടികളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചായിരുന്നു മത്സരം. മാതൃഭൂമി നന്മ കോർഡിനേറ്റർ ഷെരീഫ് മാടപ്പുറം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ബി ശ്രീഹരി ഭട്ട്, മാതൃഭൂമി ഗൃഹലക്ഷ്മി വേദി പ്രവർത്തകരും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. മാതൃഭൂമി സീനിയർ റിപ്പോർട്ടർ കെ രാജേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ചിത്രരചനാ മത്സരത്തിന്റെ ഫലം ചൊവ്വാഴ്ചത്തെ മാതൃഭൂമി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SSLCക്ക് റെക്കോർഡ് വിജയം. വിജയശതമാനം 95.47. 934 സ്കൂളുകൾക്ക് 100 മേനി. 14,802 കുട്ടികൾക്ക് മുഴുവൻ വിഷയത്തിലും A+. മഞ്ചേശ്വരത്ത് ഒമിനി വാനിൽ നിന്നും 2 ലക്ഷത്തോളം രൂപയുടെ പാൻ മസാല പിടികൂടി. ഒരാൾ അറസ്റ്റിൽ. സ്വപ്നത്തിലേക്ക് പന്തെറിഞ്ഞ് അർഷാദ്. ബാറ്റുമായി മുന്നിലെത്തിയത് വിരാട് കോഹ്ലിയും ക്രിസ് ഗെയിലും. കരവിരുതിന്റെ വിസ്മയം തീർത്ത് ക്രാഫ്റ്റ് ബസാർ. നിറഞ്ഞു നിൽക്കുന്നത് ആറന്മുള കണ്ണാടി മുതൽ കാശ്മീർ സാരി വരെ. ഇതോടുകൂടി KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.